അസ്സലാമലൈക്കും, നമസ്കാരം. ഇതൊക്കെ മുത്തുമണി ദിവസങ്ങളൊക്കെ എല്ലാം സുഖമല്ല, എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാനൊരു വീഡിയോ ഇന്ന് എന്താ പറയുക, ഒരു അടിപൊളിയായിട്ടൊരു മീൻ കറി വെക്കുന്ന വീഡിയോ കണ്ടു മക്കളെ. നമ്മളെല്ലാവരും കണ്ടുക്കണമെന്ന് അറിയില്ല. ജീവനോടുള്ള മീനിനെ അതേപോലെ ഫ്രൈ ചെയ്യണോ കറി വെക്കുന്നു എല്ലാം ചെയ്യുന്നുണ്ട്. എല്ലാം അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഓരോരോ നാട്ടിലത്തെ എല്ലാ ഭക്ഷണവും നമ്മൾ കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് കാണാൻ പറ്റുന്ന കാണുകയും ചെയ്യണ്ടേ. അപ്പം അതേമാതിരിയുള്ളൊരു വീഡിയോ ആണ്, ഒരു മീൻകറിൻ്റെ വീഡിയോ. നമ്മളെല്ലാവരും വീട്ടിൽ മീൻകറി വെക്കുന്നവരായിരിക്കും. അതിലിടുന്ന മസാലകൾ എന്തെല്ലാം മസാലകൾ ഉണ്ടാവും. മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളകും പൊടി, ഞാൻ പറഞ്ഞില്ല, എല്ലാ മസാലയും ഉണ്ടാവും. എന്നാൽ ഇവരെ മീൻകറിക്കൊന്നും ഒരു മസാലയും വേണ്ട, ഒന്നും വേണ്ട. ഞാനിവിടെ സൈഡിൽ കാണിക്കാം, നിങ്ങളിങ്ങനെ കണ്ടോളി അത് എന്തൊക്കെയാണെന്നുള്ളത്. അതിലൊന്നും പറയുന്നൊന്നുമില്ല കേട്ടോ, മ്യൂസിക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഞാൻ അങ്ങനെ സൈഡിൽ കാണിച്ചു തരാം, അപ്പം നിങ്ങളത് അവിടേക്ക് ഇങ്ങനെ നോക്കിക്കോളി. അങ്ങനെ ഫ്രഷ് മീൻ അതിനോട് കൊണ്ടുവരിക, പിന്നെ അതിനെ കൊല്ലാൻ എന്താ ചെയ്യുന്നത് നോക്കിക്കോളി. അതിനെ കൊല്ലാൻ ചെയ്യുന്നത് എന്താണ്? നമ്മളെല്ലാവരും എന്ത് ചെയ്യും, നമ്മളെ മീനൊക്കെ അവിടെ കരക്ക് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ചാവും. ഇത് ഏട്ടയാണോ എന്താണോ മീൻ എന്താണെന്ന് അറിയില്ല. എന്നാലും അതിനെ കൊല്ലാൻ ചെയ്യുന്ന പരിപാടി എന്താണ് അറിയാം, ഫുള്ളായിട്ട് ഐസാണ് ഇട്ട് വെക്കുക. കുറച്ച് നേരം ഐസാണ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ, ഐസ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാം പോകും, അതെല്ലാം പോകും, അതെല്ലാം ചത്ത്. ഇനി അതിനെ ക്ലീനാക്കുന്നത് കണ്ടോ. ക്ലീനാക്കുന്ന എങ്ങനെ, വലിയ ക്ലീനിങ് കുഴപ്പമില്ല കേട്ടോ, നല്ല ക്ലീനിങ് ഒക്കെ. ക്ലീനിങ് കഴിഞ്ഞിട്ട് പിന്നെ കറി വെക്കുന്നതും അതേമാതിരി ഫ്രൈ ചെയ്യുന്നതൊക്കെ ഒന്ന് കണ്ടു നോക്കുന്നുണ്ട്. നമ്മൾ അതിശയപ്പെടും. പിന്നെ ഫ്രൈ ചെയ്യണ വെച്ചാൽ ഒന്നുമില്ല, ആ ക്ലീനാക്കി അതേമാതിരി കുറച്ച് ഗ്രില്ല് ചെയ്യാണ്, ഫ്രൈ അല്ല, ചുട്ടെടുക്കുകയാണ്. പക്ഷെ കാണാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. ചൈനയാണോ ഇനി വേറെ ഏതെങ്കിലും നാടാണോ എന്ന് അറിയില്ല. ഏതായാലും ഒരു വെറൈറ്റി മീൻ കറിയാണ്. നമ്മളെ അതിലൊക്കെ ഒരു വെറൈറ്റി മീൻ കറിയാണ്. ചിലപ്പോൾ അവരവിടുത്തെ സ്പെഷ്യലായിരിക്കാം. ഓരോ നാട്ടിലും ഓരോ ഐറ്റംസ് അല്ലേ കാരണം. നമ്മളവിടെ മീൻ മുളക് കിട്ടണു, മീൻ മസാല കിട്ടണു, മീൻ പൊള്ളിക്കുന്നു, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇല്ലേ. അതേമാതിരി തന്നെ അവരവിടുത്തു. പക്ഷെ നമ്മളെ ആൾക്കാർക്ക് ചിലപ്പോൾ ഇത് കാണുമ്പോൾ അതിശയമായിരിക്കും. കാരണം ഇങ്ങനത്തെ ഒരു മീൻ ഫ്രൈ, മീൻ ചുട്ടെടുക്കുമ്പോൾ അതിനെ കോർത്തിട്ട് അതിൻ്റെ വായിലെന്തോ വെച്ച് കോർത്ത് വെക്കുന്നുണ്ട്. അതെന്താണെന്നുള്ളത് മനസ്സിലായില്ല. അത് അടിപൊളിയാണ്. വളരെ പെട്ടെന്ന് എല്ലാ പണിയും തീരും. വളരെ കുറച്ച് സമയം മതി, കൂടുതൽ സമയമൊന്നും വേണം. വളരെ പെട്ടെന്ന് എല്ലാ പണിയും തീരും. അതിനെ ക്ലീനാക്കലും കഷ്ണാക്കലും അതേമാതിരി ഫ്രൈ ചെയ്യലും. അപ്പം അതിനെ ഫ്രൈ ചെയ്യുന്നത് അങ്ങനെയാണ്. പിന്നെ കറി വെക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരുപാട് സാധനങ്ങൾ ഇടുന്നുണ്ടോ, എന്തൊക്കെ പച്ചക്കറികളും ഇലകളും ഒക്കെ ഇടുന്നുണ്ട്. എന്ത് മത്തൻ്റെ ഇലയാണ് എന്തൊക്കെയാണെന്ന് അറിയില്ല. കുറേ ഇലകളുണ്ട്. നമ്മുടെ നാട്ടിൽ ബംഗാളികളെ മീൻ കറിയിൽ പിന്നെ കുറേ ഉരുളക്കിഴങ്ങ്, വഴുതനങ്ങ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അതേമാതിരി നമ്മളെ നാട്ടിൽ അങ്ങനത്തെ ഒന്നും ഉണ്ട്. മുരിങ്ങാക്കായ ഇടുന്ന കണ്ടിട്ടുണ്ടല്ലേ, നമ്മുടെ നാട്ടിലെ മുരിങ്ങാക്കോലൊക്കെ ഇടും മീൻ കറിയിൽ. പക്ഷെ ഇത് എന്തൊക്കെ ഇല ഇടുന്നുണ്ട്, അവരെ രീതി ആയിരിക്കും. ഏതായാലും കണ്ടപ്പോൾ നല്ല രസം തോന്നിയാണ് ഈ പരിപാടി. ഇത് കണ്ടപ്പോൾ നല്ല രസം തോന്നി. മസാലയും കാര്യങ്ങളൊന്നും കൂടുതലൊന്നും വേണ്ട. നമ്മൾ നല്ല വാളംപുളി വയ്ക്കണേന്ന് പകരം അവരെ മീൻകറിയിൽ അവർ സോസ് വയ്ക്കുന്നത്. അവരെ മീൻകറിയിൽ സോയാ സോസ് ആയിരിക്കണം, സോസാണ് വയ്ക്കുന്നത്. നമ്മൾ കുറേ പുളി കോരി വയ്ക്കും. എന്ത് പുളി, ഇതൊക്കെയല്ലേ വയ്ക്കേണ്ടത് സംഭവം. ഏതായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കണ്ടപ്പോൾ അതേമാതിരി ഒന്ന് നിങ്ങളാരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ ഒന്ന് വെക്കണമെങ്കിൽ ഒന്ന് വെച്ച് കഴിച്ചോട്ടെ വിചാരിച്ചിട്ട് കാണിച്ചു തരാണ് കേട്ടോ. ആ ഗ്രില്ലാണ് എനിക്ക് അടിപൊളിയായത്. കരിയിൽ ചുട്ടെടുക്കുന്ന മീൻ പിന്നെ വായക്കകത്ത് എന്തോ കുത്തി കയറ്റി വെച്ചിട്ടുണ്ട്, അതും ഉസാറായിട്ടുണ്ട്. ഏതായാലും നല്ല ഫ്രഷ് മീനാണ്. നമ്മളെ നാട്ടിലെ മാതിരി ഐസ് ഇട്ട് കൊടുന്ന് വെച്ച മീനിലൊന്നും നല്ല പരിപാടി. ഇത് അതിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഐസ് ഇടണമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. പുഴമീനാണോ ഇനി കടൽ മീനാണോ അറിയില്ല, കണ്ടാലൊരു ഏട്ടമാതിരിയാണ് തോന്നുന്നത്. അതിൽ സംഗതി അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്യണേ. നിങ്ങളെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കൊണ്ടു. ഈ മീൻ കറിയും ഈ മീൻ ചുടലും എങ്ങനെ ഉണ്ട് എന്നുള്ളത് അല്ലേ. അപ്പോൾ അത്രേ ഉള്ളൂ, ചെറിയൊരു വീഡിയോ.
എല്ലാവരോടും ബൈ ബൈ. ഇൻഷാ അല്ലാ അടുത്ത പ്രാവശ്യം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കേ.